അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഫിയർ തന്നിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറും അതിലുള്ള ചാർജ് എന്ന് പറയുന്നത് സ്മോൾ ക്യൂ ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് സ്പെറിക്കലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്, ഹോമോജീനിയസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അത് നമുക്ക് ഗോഷ്യസ് ലോ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രൽ ഓഫ് dS=Q/ε0. ചാർജ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിയൽ സ്ഫിയറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ് ആയുള്ള സ്മോൾ ആർ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിൻ്റെ ഏരിയ ഇൻ്റഗ്രൽ ഓഫ് ds, അതായത് 4πr² എന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ്, ഇതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ക്യാപിറ്റൽ ആറിൽ സ്മോൾ ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ചാർജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ρ×v ആയിരിക്കും. അപ്പോൾ നമ്മൾ ρ×v എഴുതി. ഈ v എന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയം ആണ്. അതിൻ്റെ വോളിയം എന്തായിരിക്കും? 4/3π സ്മോൾ r³ ആയിരിക്കും. ഇവിടുത്തെ ക്യാപിറ്റൽ സ്മോൾ r² r³ വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 6 ആയി. ഇവിടെ 4ഉം വെട്ടിപ്പോയി. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ρ/3ε0 r ആണ്. അപ്പം നമ്മുടെ ഗോഷ്യൻ സ്ഫിയറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ് സ്മോൾ ആർ എന്ന് പറയുന്നത് റിയൽ സ്ഫിയർ ഓഫ് റേഡിയസ് ആറിന് ഉള്ളിലാണെങ്കിൽ ഈസ് ലെസ് ദാൻ r ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ρ.r/3ε0 എന്ന് കിട്ടും.